ലോക സാമ്പത്തിക രംഗത്തിൻ്റെ അടിത്തറ തന്നെ പോയ അവസ്ഥ, യുദ്ധകാഹളം മുഴക്കുന്ന അരക്ഷിതാവസ്ഥ, ലോകാവസാന പ്രവചനങ്ങൾ ഉയർത്തിയ ദുരവസ്ഥ, പ്രകൃതി സംഹാരതാണ്ഡവമാടിയ ഭീതിജനകമായ എപ്പിസോഡുകൾ, വിദ്വേഷം ഉണർത്തുന്ന കലാപ ഭീഷണികൾ, മനുഷ്യത്വം മരവിച്ച കാപാലികൾ, പത്തിവിടർത്തിയ അധ്യായങ്ങൾ. 2012 ബാക്കി പത്രത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ മനുഷ്യരാശി എങ്ങോട്ട് എന്ന ചോദ്യം ബാക്കി. അശാന്തിയുടെയും അധർമ്മത്തിൻ്റെയും നടുവിലൂടെ 2013 വാതിൽപ്പടിയിൽ എത്തി നിൽക്കുമ്പോൾ പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ കാർമേഘക്കൂട്ടങ്ങൾക്കിടയിലൂടെ കാണുവാൻ സാധിക്കുന്നുണ്ടോ? ഐശ്വര്യസമ്പൂർണവും പ്രകാശവുമാനുമായ ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് MCN ടെലിവിഷൻ്റെ ഈ നവവത്സര എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഞാൻ സജിൽ ജോർജ്. എല്ലാ മാന്യപ്രേക്ഷകർക്കും കാഴ്ച ഈ ആഴ്ച എന്ന പ്രതിവാര വാർത്താ അപഗ്രഥന പരിപാടിയിലേക്ക് സ്വാഗതം. പ്രസിഡന്റ് ഒബാമയുടെ ജനപ്രീതി ഉയർന്നു. US പ്രസിഡന്റ് ബറാക്ക് ഒബാമയുടെ ജനപ്രീതി കഴിഞ്ഞ 3 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെന്ന് ഗാലപ്പ് പോൾ. 2ാം വട്ടവും US പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഒബാമയുടെ ജനപ്രീതി 56% ഉയർന്നു. 2009 ഒക്ടോബറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഡിസംബർ 7 മുതൽ 19 വരെയുള്ള സർവേ അനുസരിച്ചുള്ള കണക്കാണിത്. ഡെമോക്രാറ്റുകൾക്കിടയിൽ ഒബാമയ്ക്ക് 91%, സ്വതന്ത്ര വോട്ടർമാർക്കിടയിൽ 54%, റിപ്പബ്ലിക്കന്മാർക്കിടയിൽ 16% ജനപ്രീതിയാണ് ഉള്ളത്. തൊട്ട് മുൻ ആഴ്ചയിലെ കണക്കനുസരിച്ച് സ്വതന്ത്ര വോട്ടർമാർക്കിടയിൽ 47%, റിപ്പബ്ലിക്കൻ പാർട്ടിക്കാർക്കിടയിൽ 9% ഒബാമയുടെ ജനപ്രീതി. തോക്കുവിലക്കിനെതിരെ US ആയുധ ലോബി രംഗത്ത്. സാൻഡി ഹുക്ക് കൂട്ടക്കൊലയുടെ പശ്ചാത്തലത്തിൽ തോക്ക് സംസ്കാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്ന് മുറവിളി ഉയർന്നിട്ടും USലെ ആയുധ ലോബിക്ക് കുലുക്കമില്ല. വിദ്യാലയങ്ങളുടെ കാവൽ പോലീസ് ഓഫീസർമാരെ ഏൽപ്പിക്കണമെന്ന് ഗൺ റൈറ്റ്സ് ലോബി. കണറ്റിക്കട്ടിൽ നടന്ന കൂട്ടക്കുരുതി ഇനിയൊരു വിദ്യാലയത്തിൽ ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ വിദ്യാലയങ്ങളിൽ തോക്കുധാരികളായ പോലീസ് ഓഫീസർമാരെ നിയമിക്കണമെന്ന് അമേരിക്കയിലെ ഏറ്റവും വലിയ ഗൺ റൈറ്റ്സ് ലോബി നിർദ്ദേശിച്ചു. കണറ്റിക്കട്ടിൽ നടന്ന സംഭവത്തിനു ശേഷം മൗനം അവലംബിച്ച സംഘടന വാഷിംഗ്ടണിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണ് നിർദ്ദേശം മുന്നോട്ട് വച്ചത്. കുട്ടികളെ ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്നതിൽ വയലന്റ് വീഡിയോ ഗെയിംസ്, സിനിമ എന്നിവയുടെ സ്വാധീനം അവഗണിക്കാനാവാത്തതാണെന്ന് സംഘടനാ പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. വിദ്യാലയങ്ങളിൽ കുട്ടികളുടെ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ച് പഠിച്ച് പ്രായോഗിക നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. ലോകം മുഴുവനും കണ്ട ആലിംഗനത്തിനു പിന്നിലെ രഹസ്യം ഒബാമ തുറന്നു പറയുന്നു. US പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട രാത്രിയിൽ ഏറ്റവും കൂടുതൽ പേർ റീട്വീറ്റ് ചെയ്ത ഫോട്ടോയുടെ രഹസ്യം പ്രസിഡന്റ് ബറാക്ക് ഒബാമ തുറന്നു പറഞ്ഞു. ഏകദേശം 200 രാജ്യങ്ങളിലുള്ളവർ ഈ ഫോട്ടോ റീട്വീറ്റ് ചെയ്തവരിൽ പെടുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തിരക്കിനിടയിൽ കുറച്ച് ദിവസങ്ങൾക്കു ശേഷമാണ് ഒബാമയെ കണ്ടത്. അതുകൊണ്ട് ആലിംഗനത്തിന് അല്പം മധുരം കൂടിപ്പോയിരിക്കാമെന്ന് മിഷേലും വ്യക്തമാക്കി. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ മാധ്യമശ്രീ അവാർഡ് ദാന ചടങ്ങ് ജാനുവരി 6 കൊച്ചി ബോൾഗാട്ടി പാലസിൽ വെച്ച് നടക്കുന്നു. രാഷ്ട്രീയ സാമൂഹിക മാധ്യമങ്ങളിലെ പ്രമുഖർ പങ്കെടുക്കുന്ന വർണ്ണോജ്വലമായ ചടങ്ങ് MCN ടെലിവിഷൻ തത്സമയം നിങ്ങൾക്കായി എത്തിക്കുന്നതാണ്. രവിശങ്കറുടെ ചിതാഭസ്മം ഇന്ത്യയിലെത്തിക്കും. അന്തരിച്ച സിത്താർ മാന്ത്രികൻ പണ്ഡിറ്റ് രവിശങ്കറിന്റെ ചിതാഭസ്മം ഇന്ത്യയിലെ വാരണാസിയിൽ എത്തിച്ച് അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കും. ബീറ്റിൽസിലെ ലീഡ് ഗിറ്റാറിസ്റ്റായിരുന്ന ജോർജ് ഹാരിസിന്റെ സംഗീത ജീവിതം മാറ്റിമറിച്ചത് രവിശങ്കറുമായുള്ള പരിചയമാണെന്നും ഒളിവിയ അനുസ്മരിച്ചു. ലോകം അവസാനിക്കുമെന്ന പ്രചാരണം പാഴായി. കുറേ പേർ വിശ്വസിക്കുകയും മഹാഭൂരിപക്ഷം തള്ളിക്കളയുകയും ചെയ്ത ലോകാന്ത്യ പ്രവചനം ചില സ്ഥലങ്ങളിൽ ടൂറിസം വളർത്തി, അവിടെയൊക്കെ വ്യാപാരവും കൂടി. ഗന്നം സ്റ്റൈൽ 100 കോടി കടന്നു. ദക്ഷിണ കൊറിയൻ പോപ്പ് ഗായകൻ സൈയുടെ ഗന്നം സ്റ്റൈൽ ഗാനം യൂട്യൂബിൽ ചരിത്രം സൃഷ്ടിച്ച് മുന്നേറുന്നു. ഇതിനകം 100 കോടി തവണ യൂട്യൂബിൽ ഈ ഗാനം പ്ലേ ചെയ്യപ്പെട്ടു. യൂട്യൂബിൻ്റെ ചരിത്രത്തിലെ റെക്കോർഡാണിത്. പോപ്പ് ബെനഡിക്റ്റ് 16 മെഴ്സിഡീസ് ബെൻസ് ആധുനിക രീതിയിലുള്ള സെക്യൂരിറ്റി വാഹനങ്ങൾ സമ്മാനിച്ചു. പോപ്പ് മൊബൈൽ എന്ന് പേരറിയപ്പെടുന്ന പോപ്പിൻ്റെ ഈ യാത്രാ വാഹനങ്ങൾ അതീവ സുരക്ഷ നൽകുന്നതോടൊപ്പം പരിസ്ഥിതി സൗഹാർദ്ദവുമാണ്.
2012 ഡിസംബർ 21 ലോകാവസാന ഭീതി മാറി. ഇപ്പോഴിതാ മറ്റൊരു ലോകാവസാന ഭീതിക്കുള്ള അവസരം നഷ്ടമാകുന്നു. ഭയപ്പെട്ടിരുന്നതുപോലെ 2040 ഫെബ്രുവരിയിൽ ഒരു ഭീമൻ ക്ഷുദ്രഗ്രഹം അഥവാ ആസ്ട്രോയിഡ് ഭൂമിയിൽ വന്നിടിക്കാൻ സാധ്യത വളരെ പരിമിതമാണെന്ന് ജ്യോതിശാസ്ത്രജ്ഞന്മാർ വിലയിരുത്തി. ഹവായി മൗനാക്കിയിലെ ജെമിനി നോർത്ത് ടെലസ്കോപ്പിന്റെ സഹായത്തോടെ നടത്തിയ നിരീക്ഷണത്തിലാണ് 2011 AG5 ക്ഷുദ്രഗ്രഹം 2040 ഭൂമിക്ക് ഭീഷണിയാകില്ലെന്ന് വ്യക്തമായത്. ആ ക്ഷുദ്രഗ്രഹം ഭൂമിയെ വന്നിടിക്കാൻ 1% താഴെ സാധ്യതയാണ് മുമ്പ് കൽപ്പിക്കപ്പെട്ടിരുന്നത്. ഈ ക്ഷുദ്രഗ്രഹത്തിന് ഏതാണ്ട് 2 ഫുട്ബോൾ കളങ്ങളുടെ വിസ്താരമുണ്ട്. അത് ഭൂമിയിൽ വന്നിടിച്ചാൽ 100 മെഗാ ടൺ ഊർജം പുറപ്പെടുവിക്കുമെന്നും രണ്ടാം ലോകമഹായുദ്ധത്തിൽ അമേരിക്ക ജപ്പാനിലിട്ട ആറ്റം ബോംബിൻ്റെ ആയിരക്കണക്കിന് മടങ്ങ് ശക്തമായിരിക്കും ആ കൂട്ടയിടിയെന്നും വിലയിരുത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ അപകടകാരിയായ ആ ക്ഷുദ്രഗ്രഹത്തെ കൂടുതൽ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കാൻ ഗവേഷക ലോകം തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ അത് ഭൂമിക്ക് ഭീഷണിയില്ലെന്ന് കണ്ട സ്ഥിതിക്ക് ഇനി കൂടുതൽ നിരീക്ഷിക്കേണ്ട ആവശ്യമില്ലെന്ന് നാസ പറയുന്നു. കാഴ്ച ഈ ആഴ്ച തുടരും. പ്ലീസ് സ്റ്റേ വിത്ത് us. മലയാള സിനിമയുടെ ചരിത്രപഥങ്ങളിലേക്ക് കണ്ണോടിക്കുമ്പോൾ നിരവധി അഭിനയ മുഹൂർത്തങ്ങളും ഗാനശകലങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ട്. പോയ കാലത്തിൻ്റെ തിരശീലയിലേക്ക് പിൻവാങ്ങിയെങ്കിലും ഇന്നും നമ്മുടെ മനസ്സുകളിൽ സജീവമായി നിലകൊള്ളുന്ന സിനിമാ പ്രവർത്തകരുടെ ജീവിതത്തിലേക്ക് തുറന്നു വെച്ച ഒരു കണ്ണാടി, അതാണ് ഫ്ലാഷ് ബാക്ക്. ഉടൻ വരുന്നു. നിങ്ങളുടെ MCN ചാനലിൽ കാത്തിരിക്കുക. Maha Travel and Tours. Come and experience our excellent service. Specialize in travel to India. Call 1866-FLY-MAHA or visit mahabazartravels.com. Carvin Mind Entertainments proudly presents സ്നേഹ സംഗമം. ഏപ്രിൽ മെയ് മാസങ്ങളിൽ അമേരിക്കയിലെയും കാനഡയിലെയും മലയാളി പ്രേക്ഷകർക്കായി അണിയിച്ചൊരുക്കുന്ന ക്രിസ്തീയ മെഗാ ഷോ സ്നേഹ സംഗമം. ഇമ്പമാർന്ന ആലാപന ശൈലിയിലൂടെ ഭക്തിസാന്ദ്രമായ ക്രിസ്തീയ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച KG മാർക്കോസ്, ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. ആത്മാവിൽ അലിഞ്ഞു ചേരുന്ന അനവധി ക്രിസ്തീയ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ബിനോയ് ചാക്കോ, ഏഷ്യാനെറ്റ് ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ മലയാളികൾക്ക് ലഭിച്ച സ്വരമാധുര്യം ഇമ്മാനുവേൽ ഹെൻറി, വ്യത്യസ്തമാർന്ന ആലാപന സൗകുമാര്യത്തിലൂടെ ആസ്വാദക ഹൃദയം കീഴടക്കിയ ഗായിക മേഘ ജേക്കബ്, തത്സമയ സംഗീത വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ ചരിത്രത്തിലാദ്യമായി ഒരു ക്രിസ്തീയ മെഗാ ഷോ സ്നേഹ സംഗമം. കൂടുതൽ വിവരങ്ങൾക്ക് കൈവിലങ്ങുകളും സ്മാർട്ടാകുന്നു. മുട്ടുസൂചി മുതൽ വിമാനം വരെ എല്ലാം സ്മാർട്ടാകുന്ന ലോകത്ത് എന്തിന് കൈവിലങ്ങുകൾ മാത്രം മാറി നിൽക്കണം? സ്മാർട്ട് കൈവിലങ്ങുകളും എത്തുകയാണ്. വിലങ്ങുകൾ പൊട്ടിച്ചോടുന്ന കുറ്റവാളികൾ സമീപഭാവിയിൽ തന്നെ പഴങ്കഥയായേക്കാം. MCN ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. ആക്സിലറോമീറ്റർ, GPS, ബയോമെട്രിക് സെൻസറുകൾ, ക്യാമറ തുടങ്ങിയവയെല്ലാം സമ്മേളിച്ച ഉഗ്രൻ ഒരു സ്മാർട്ട് കൈവിലങ്ങിൻ്റെ വിദ്യയ്ക്ക് പേറ്റന്റ് നേടാനുള്ള അപേക്ഷ അമേരിക്കൻ കമ്പനിയായ സ്കോട്ട്സ്ഡെയിൽ ഇന്നൊവേഷൻസ് അധികൃതർക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ലോകമെമ്പാടുമുള്ള പല പോലീസ് സേനകളും ഉപയോഗിക്കുന്ന ഷോക്കടിപ്പിക്കുന്ന തോക്കുകളും ലാത്തികളും അവയുടെ ന്യൂനതകളുമാണ് ഇത്തരമൊരു വിലങ്ങ് വികസിപ്പിക്കാൻ പ്രചോദനമായതെന്ന് സ്കോട്ട്സ്ഡെയിൽസ് പറയുന്നു. തങ്ങൾ വികസിപ്പിക്കുന്ന സ്മാർട്ട് വിലങ്ങണിഞ്ഞ കുറ്റവാളിയുടെ എല്ലാ ചലനങ്ങളും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിരീക്ഷിക്കുവാനും നിയന്ത്രിക്കുവാനും കഴിയുമെന്ന് കമ്പനി പറയുന്നു. രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിക്കുന്ന അവസരത്തിൽ മിതമായ അളവിൽ ഇലക്ട്രിക് ഷോക്ക് ഏൽപ്പിക്കാനോ മയക്കുമരുന്ന് സ്വയമേവ കുത്തിവയ്ക്കാനോ ഉള്ള സംവിധാനവും ഇത് വിഭാവനം ചെയ്യുന്നു. ഇലക്ട്രിക് ലാത്തി, തോക്ക് തുടങ്ങിയവയിലേതുപോലെ
അപകടകരമല്ലാത്ത അളവിലുള്ള വൈദ്യുതി ആയിരിക്കും സ്മാർട്ട് കൈവിലങ്ങിൽ നിന്നും പ്രവഹിക്കുക. കുറ്റവാളിയുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ്റെ കൈവശമുള്ള ഉപകരണം വിലങ്ങുമായി വയർലെസ് കണക്ഷൻ വഴി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. കൈവിലങ്ങ് അണിഞ്ഞിട്ടുള്ള കുറ്റവാളി ഉദ്യോഗസ്ഥൻ്റെ പക്കലുള്ള ഉപകരണത്തിൻ്റെ പരിധിക്ക് പുറത്തു പോയാൽ ഉടൻ ആ വിവരം നിയന്ത്രണ ഉപകരണത്തിലെത്തും. മാത്രമല്ല, പ്രോഗ്രാം ചെയ്യുന്നതിനനുസരിച്ച് കുറ്റവാളിയുടെ ചലനശേഷി നഷ്ടപ്പെടുത്തുവാൻ വിലങ്ങിലെ ഇലക്ട്രിക് ഷോക്ക് നൽകുന്ന ഇലക്ട്രോഡോ മരുന്ന് സൂചിയോ പ്രവർത്തിക്കുകയും ചെയ്യും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫേസ്ബുക്ക് CEO $500 മില്യൺ ക്രിസ്മസ് സമ്മാനമായി നൽകും. ഷെയർ മാർക്കറ്റിൽ ഫേസ്ബുക്ക് ഷെയറിൻ്റെ മൂല്യം കുത്തനെ ഉയർന്നിരുന്നു. 18 മില്യൺ ഷെയറിൻ്റെ മൂല്യമായ $500 മില്യൺ ക്രിസ്മസ് സമ്മാനമായി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിന് സിലിക്കൺ വാലി കമ്മ്യൂണിറ്റി ഫൗണ്ടേഷനെ ഏൽപ്പിക്കുന്നത്. 2010 ന്യൂജേഴ്സി ന്യൂവാർക്ക് പബ്ലിക് സ്കൂൾ പ്രവർത്തനങ്ങൾക്കായി നൽകിയ $100 മില്യൺ ആയിരുന്നു ഫേസ്ബുക്ക് ഇതുവരെ നൽകിയതിൽ ഉയർന്ന സംഭാവന. 2010 ന്യൂജേഴ്സി ന്യൂവാർക്ക് വിദ്യാഭ്യാസ രംഗത്ത് പുതിയ ചാർട്ടർ സ്കൂൾ, ഹൈസ്കൂൾ എന്നിവ ആരംഭിക്കുന്നതിന് $100 മില്യൺ ഉപകരിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഈ വർഷം നൽകുന്ന $500 മില്യൺ സംഭാവന വിദ്യാഭ്യാസ ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുവാൻ ഉപകരിക്കും. ഫേസ്ബുക്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മാർക്ക് സുക്കർബർഗ് പ്രത്യാശ പ്രകടിപ്പിച്ചു. സാമ്പത്തിക ക്രമക്കേട് ഇന്ത്യൻ വംശജൻ കുറ്റക്കാരൻ. അമേരിക്കൻ സാമ്പത്തിക സ്ഥാപനമായ SACക്ക് കോടികളുടെ അനധികൃത ലാഭമുണ്ടാക്കുന്നതിന് കൂട്ടുനിന്നുവെന്ന കേസിൽ ഇന്ത്യൻ വംശജനായ മാനേജർ മാത്യു മാർത്തോമ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ന്യൂയോർക്ക് ക്യൂൻസിൽ വാഹനാപകടത്തിൽ മരിച്ച ഷീന മാത്യുവിൻ്റെ വിയോഗം മലയാളി സമൂഹത്തിനാകെ ദുഃഖമായി. ഫ്ലോറൽ പാർക്കിലെ ഹിൽസൈഡ് അവന്യൂവിൽ വെച്ചായിരുന്നു അപകടം. ക്യൂൻസ് ഹോസ്പിറ്റലിൽ നഴ്സായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു ഷീന. ഇലന്തൂർ സ്വദേശി മാത്യു ടി പാപ്പനാണ് ഭർത്താവ്. 2 കുട്ടികളുമുണ്ട്. പ്രവാസി ഭാരതീയ ദിവസ് ജനുവരി 8 കൊച്ചിയിൽ. ജനുവരി 8 കൊച്ചിയിൽ നടക്കുന്ന പ്രവാസി ഭാരതീയ ദിവസിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും എത്തും. വിദേശ രാഷ്ട്രത്തലവന്മാരും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരും ഉൾപ്പെടെ നിരവധി വിശിഷ്ടാതിഥികളും നഗരത്തിലെത്തും. പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗാണ് ഉദ്ഘാടനം ചെയ്യുക. 9 രാഷ്ട്രപതി പ്രണാബ് മുഖർജി പ്രവാസി ഭാരതീയ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ലേ മെറിഡിയൻ കൺവെൻഷൻ സെൻറ്റർ വരെയുള്ള ഭാഗങ്ങൾ കേരളീയ കലാരൂപങ്ങളാൽ മോടി പിടിപ്പിക്കും. 31 ഫ്ലക്സുകൾ പാടെ ഒഴിവാക്കും. പ്രധാന കേന്ദ്രങ്ങളിൽ പ്രതിനിധികളെ സ്വാഗതം ചെയ്ത് സ്വാഗത കമാനങ്ങൾ ഉയർത്തും. ഒട്ടേറെ അമേരിക്കൻ മലയാളികൾ പ്രവാസി ഭാരതീയ ദിവസിൽ പങ്കെടുക്കാൻ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. 16 ലക്ഷം ലോഗിൻ വിവരങ്ങൾ ഗോഷൽ ചോർന്നത് നാസയുടെയും FBIയുടെയും യൂറോപ്യൻ സ്പേസ് ഏജൻസികളുടെയും ഓൺലൈൻ അക്കൗണ്ട് രഹസ്യങ്ങൾ. MCN ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. ഹാക്കർ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പായ ഗോസ്റ്റ് ഷെൽ US യൂറോപ്യൻ ഗവൺമെൻറ് ഏജൻസികളുടെ ഓൺലൈൻ ലോഗിൻ വിവരങ്ങൾ ചോർത്തി ഇൻ്റർനെറ്റിൽ പോസ്റ്റ് ചെയ്തു. കുപ്രസിദ്ധ ആക്ടിവിസ്റ്റ് ഗ്രൂപ്പായ അനോണിമസിൻ്റെ ശാഖയാണ് ഗോസ്റ്റ് ഷെൽ. നാസ, FBI, യൂറോപ്യൻ സ്പേസ് ഏജൻസി എന്നിങ്ങനെ വിവിധ ഗവൺമെൻറ് ഏജൻസികളുടെ 16 ലക്ഷത്തോളം ഓൺലൈൻ അക്കൗണ്ട് വിവരങ്ങളാണ് ഇൻ്റർനെറ്റിൽ പോസ്റ്റ് ചെയ്യപ്പെട്ടത്. ലോഗിൻ വിവരങ്ങൾ ചോർത്താൻ വിവിധ ഗവൺമെൻറ് ഏജൻസികളുടെ വെബ്സൈറ്റുകൾക്ക് നേരെ തുടർച്ചയായ ആക്രമണം നടത്തുകയാണ് ഗോസ്റ്റ് ഷെൽ പ്രവർത്തകർ ചെയ്തത്. ലോഗിൻ നാമങ്ങൾ, പാസ്വേഡുകൾ, ഇമെയിൽ വിലാസങ്ങൾ, CVകൾ എന്നിവ കൂടാതെ ഓൺലൈൻ ഡേറ്റാബേസിലുള്ള വിവരങ്ങളും ചോർത്തിയെടുത്ത് പ്രസിദ്ധീകരിച്ചവയിൽ പെടുന്നു. ഏതാണ്ട് 37 വ്യത്യസ്ത സംഘടനകളും ഏജൻസികളും ബിസിനസ് സ്ഥാപനങ്ങളും സൈബർ ആക്രമണത്തിന് വിധേയമായെന്ന് ഗോസ്റ്റ് ഷെൽ പ്രസ്താവനയിൽ പറഞ്ഞു. 2012 ഇത്തരം പല ആക്രമണങ്ങൾ നടത്തിയ ഗ്രൂപ്പാണ് ഗോസ്റ്റ് ഷെൽ. ശരീരം തളർന്നവർക്ക് അനുഗ്രഹമായി മനസ്സുകൊണ്ട് നിയന്ത്രിക്കാവുന്ന റോബോട്ടിക് കൈ. മനസ്സാണ് ശരീരത്തെ നിയന്ത്രിക്കുന്നത്. കാലും കൈയും ചലിപ്പിക്കുന്നതും മനസ്സിൻ്റെ നിയന്ത്രണത്താലാണ്. അത്തരത്തിൽ മനസ്സിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചലിപ്പിക്കാനും നിയന്ത്രിക്കാനും കഴിയുന്ന റോബോട്ടിക് കൈ യാഥാർത്ഥ്യമായാലോ? രോഗങ്ങളാലും പരുക്കുമൂലവും കൈകളുടെ ചലനശേഷി നഷ്ടമായവർക്കും കൈകൾ നഷ്ടമായവർക്കും അത് വലിയ അനുഗ്രഹമായിരിക്കും. MCN ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. അമേരിക്കയിൽ 13 വർഷമായി ശരീരം തളർന്നു കഴിയുന്ന ജാൻ എന്ന സ്ത്രീക്ക് മനസ്സിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് റോബോട്ടിക് കൈ ചലിപ്പിക്കുവാൻ കഴിയുന്നതായി
US ഗവേഷകർ റിപ്പോർട്ട് ചെയ്തു. ടെട്രാപ്ലഗിയ എന്ന ആരോഗ്യ പ്രശ്നത്തിൻ്റെ ഭാഗമായി കഴുത്തിനു താഴേക്ക് ശരീരം തളർന്ന അവസ്ഥയിലാണ് ഈ 52കാരി. ശരീരം തളർന്ന ജാനിൻ്റെ ബ്രെയിനിൽ മോട്ടോർ കോർട്ടക്സ് ഭാഗത്തെ വിചാര തരംഗങ്ങൾ രേഖപ്പെടുത്തുവാൻ പാകത്തിൽ 2 മൈക്രോ ഇലക്ട്രോഡുകൾ സർജറി വഴി സ്ഥാപിക്കുകയാണ് ഗവേഷകർ ചെയ്തത്. പരീക്ഷണശാലയിൽ വെച്ച് 13 ആഴ്ച കൊണ്ട് തൻ്റെ വിചാരങ്ങൾക്കനുസരിച്ച് റോബോട്ടിക് കൈ ചലിപ്പിക്കുവാനും നിയന്ത്രിക്കുവാനും ജാൻ പരിശീലിച്ചു. ആരോഗ്യമുള്ള കൈക്കുമേലുള്ള നിയന്ത്രണവും ചലനശേഷിയും വികാരവീചികൾ കൊണ്ട് റോബോട്ടിക് കൈക്കുമേൽ അവർ ആർജിച്ചതായി പഠനത്തിന് നേതൃത്വം നൽകുന്ന പിറ്റ്സ്ബർഗ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ആൻഡ്രൂ ഷ്വാർട്സ് അറിയിച്ചു. റോബോട്ടിക് കൈ ഉപയോഗിച്ച് വിവിധ ആകൃതിയും വലിപ്പവുമുള്ള വസ്തുക്കളെ എടുക്കുവാനും ഉദ്ദേശിച്ചതുപോലെ ചലിപ്പിക്കുവാനും ക്രമേണ ജാനിന് സാധിച്ചു. അക്കാര്യത്തിൽ അവരുടെ വിജയനിരക്ക് 91.6%. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസിൻ്റെ വിദഗ്ധമായ ഉപയോഗമാണ് ഈ യന്ത്രക്കരത്തിൻ്റെ കാര്യത്തിൽ സാധ്യമായതെന്ന് പഠനത്തിൽ ഉൾപ്പെട്ട മൈക്കൽ ബോനിങ്ങർ അറിയിച്ചു. ലാൻസെറ്റ് ജേണലിലാണ് ഗവേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ടെട്രാപ്ലഗിയ പോലുള്ള രോഗങ്ങൾ ബാധിച്ചവർക്കും കൈകൾ നഷ്ടപ്പെട്ടവർക്കും ചുറ്റുമുള്ള ലോകവുമായി സാധാരണ പോലെ ഇടപെടാൻ ഒരു പരിധിവരെ അവസരമൊരുക്കുന്നതാണ് തങ്ങളുടെ മുന്നേറ്റമെന്ന് ഗവേഷകർ പറയുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭ നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള ഫാമിലി ആൻഡ് യൂത്ത് കോൺഫറൻസ് ജൂലൈ 10 ബുധൻ മുതൽ 13 ശനി വരെ നടക്കും. അപ്സ്റ്റേറ്റ് ന്യൂയോർക്കിലുള്ള എലൻവിൽ ഓണേഴ്സ് ഹെവൻ റിസോർട്ടിലാണ് കോൺഫറൻസ് നടക്കുന്നത്. ഫ്ലോറിഡയിലെ ഡേവി നഗരസഭയുടെ മേയർ ജൂഡി പോളിനെ മലയാളികൾ ആദരിച്ചു. ബ്രവാർഡ് കൗണ്ടി സ്കൂൾ ബോർഡിൽ നിന്ന് 3 പതിറ്റാണ്ടിലേറെയായി സാമൂഹിക ഭൂമിശാസ്ത്ര അധ്യാപികയായി പൊതുപ്രവർത്തന രംഗത്ത് എത്തി. സൗത്ത് ഫ്ലോറിഡയിലെ വിവിധ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുകയും വർഷങ്ങളായി ഡേവി നഗരസഭയുടെ കമ്മീഷണറും വൈസ് മേയറും മേയറുമായ ജൂഡി പോളിന് ഇന്ത്യൻ കോൺസൽ ജനറൽ അജിത് കുമാറാണ് ഉപഹാരം നൽകിയത്. കേരള സമാജത്തിൻ്റെ ക്രിസ്മസ് നവവത്സര ആഘോഷവേളയിൽ വെച്ചാണ് ഉപഹാരം സമർപ്പിച്ചത്. ജോയി കുറ്റിയാനി ജൂഡി പോളിനെ പരിചയപ്പെടുത്തി. ഇതോടുകൂടി MCN ടെലിവിഷൻ്റെ കാഴ്ച ഈ ആഴ്ച എന്ന വാർത്താ അപഗ്രഥന എപ്പിസോഡ് സമാപിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം news@mcntelevision.com. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ. നന്ദി, നമസ്കാരം.